എം സ്വരാജ് സാറിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് BJPയുടെ പാളയത്തിൽ നിൽക്കുന്ന മേജർ രവി പറഞ്ഞ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? യുദ്ധത്തിനെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ശ്രമിച്ച കൂട്ടത്തിലാണ് മേജർ രവിയിൽ നിന്ന് പറയുന്നത്. മേജർ രവി ഒരു സൈനിക വിഭാഗത്തിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ളത് കൂടെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ കമന്റ് എന്ന് പറഞ്ഞിട്ട് സ്വരാജ് സംസാരിച്ചിട്ടുണ്ട്. സ്വരാജ് ഇപ്പൊ പറഞ്ഞു, ഞാൻ എഗൻസ്റ്റ് ദ വാറിന് റീസൺ ഉണ്ട്. യുദ്ധം ഒരിക്കലും ആരും ജയിക്കുന്നില്ല. ഇല്ല, ആരും ജയിക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. ആലോചിച്ച് നോക്കിയേ, അപ്പുറത്തും മരിക്കുന്നുണ്ട്, ഇപ്പുറത്തും മരിക്കുന്നുണ്ട്. ഈ ഏത് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരാജയമായി പോയി. അത് പട്ടാളക്കാരാണെങ്കിലും സിവിലിയൻസ് ആണെങ്കിലും ശരി. അറ്റ് ദ സെയിം ടൈം ഒരു പട്ടാളക്കാർ 522 പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞാൽ മിനിമം അവരുടെ വീടിനെയും ഇതിനെല്ലാം കൂടി നോക്കാൻ വേണ്ടി തന്നെ 1 കോടി രൂപയോളം അല്ലെങ്കിൽ 1.5 കോടി രൂപയോളം ചിലവ് ഒരാൾ മരിച്ചു പോയി തന്നെ. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കുന്ന ഡാമേജും ഇതുപോലുള്ള ആളുകൾ മരിച്ചു പോകുന്നവരുടെ ഫാമിലീസിനെ ലുക്ക് ആഫ്റ്റർ എല്ലാം കൊണ്ടും ഫൈനാൻഷ്യലി നമ്മളങ്ങ് ബാക്ക്വേർഡായി പോകും. സ്വരാജ് പറഞ്ഞത് ചിലപ്പോൾ പൊളിറ്റിക്കലി BJP കാരൻ എന്ന് പറയുന്നത്, ഐ ആം എ ഹ്യൂമൻ ബീയിങ്. അങ്ങനെയല്ല, അത് സ്വരാജ് സെഡ് ദാറ്റ് വെരി നൈസ്ലി. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് ഇതാണ്.